ത്രൂ ഔട്ട് ചിരിക്കാനുള്ള സിനിമയാണ്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ അതിനകത്തുണ്ട്. ക്ലൈമാക്സ് അടിപൊളി, ക്ലൈമാക്സിന് നല്ല കയ്യടി ഉണ്ടായിരുന്നു. ഓക്കെ, എല്ലാവരും കാണണം എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. കൊള്ളാം, നല്ല കോമഡി പടമായിരുന്നു. ത്രൂ ഔട്ട് ഒരു ലാഗില്ലാതെ സത്യം പറഞ്ഞാൽ ഇതുവരെ കാണാത്ത പൃഥ്വിരാജിനെ കാണാം. കിള്ളം പടം കേട്ടോ, കിള്ളം കോമഡി, വിഷയം പടം, സൂപ്പർ പടം. പ്രായഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെട്ടു. സൂപ്പർ സിനിമ. ഫാമിലി ഓഡിയൻസിൻ്റെ നല്ല രീതിക്ക് ഏറ്റെടുക്കും. നൈസായിരിക്കും. നല്ല സിനിമ. പടം കൊള്ളാം. എടുത്തേക്കുന്ന രീതി നൈസായിട്ടുണ്ട്. അതായത് തുടക്കം മുതൽ അവസാനം വരെയും കോമഡിയുണ്ട്. കോമഡി എലമെൻസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, രണ്ട് നായകന്മാരാണ് പൃഥ്വിരാജും ബേസിലും. അവർ തമ്മിലുള്ള ആ ഒരു കോംബോയൊക്കെ നന്നായിട്ടുണ്ട്. ആക്ച്വലി പൃഥ്വിരാജിനെ നമ്മൾ കൂടുതൽ മാസമായിട്ടാണ് കണ്ടേക്കുന്നത്. കുറച്ച് പടങ്ങളിലാണ് കോമഡി കണ്ടേക്കുന്നത്. പൃഥ്വിരാജ് കോമഡി ക്യാരക്ടേഴ്സ് ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഒരു പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ്, കോമഡി പെർഫോമൻസ് ഏറ്റവും ഒരു ഗംഭീരമായിട്ട് തോന്നിയതാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടപ്പെടും. നല്ല ചിരിക്കാനുള്ള പടമാണ്. കൊള്ളാം. നല്ല അടിപൊളി തമാശയായിരുന്നു. നല്ല പടം, നല്ല രസമുണ്ട് കാണാൻ. ചിരി ചിരി കരഞ്ഞു കേട്ടോ. നല്ല കോമഡി ഇൻഡസ്ട്രിയാണ്. അടിപൊളി പടം. സൂപ്പർ സൂപ്പർ, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടാ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. വളരെ ഈ പ്രായഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടും. സൂപ്പർ സിനിമ. സിനിമ കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ നന്നായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അഖില് നമ്മുടെ പിന്നെ എന്നോട് ഞാനിപ്പോൾ അഖിലിനെ വിളിച്ചിട്ട് വെച്ചാണ്. സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് കോമഡി, ക്ലൈമാക്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്താ നമ്മള് പിന്നെ ബാക്കിയുള്ളവരുടെ ചോദിക്കേ, എല്ലാം ത്രൂ ഔട്ട് ചിരിക്കാനുള്ള സിനിമയാണ്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ അതിനകത്തുണ്ട്. ക്ലൈമാക്സ് അടിപൊളി, ക്ലൈമാക്സിന് നല്ല കയ്യടി ഉണ്ടായിരുന്നു. ഓക്കെ, ശരിയാണ്. താങ്ക് യു. കരക്കാടില്ല എന്ന് പറയാം. സിനിമ ഉണ്ടായിരുന്നു. കൊള്ളാം, നല്ല കോമഡി പടമായിരുന്നു. ഗുരുവായൂരമ്പലം ത്രൂ ഔട്ട് നല്ല കോമഡി പടം. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ത്രൂ ഔട്ട് ഒരു ലാഗില്ലാതെ സത്യം പറഞ്ഞാൽ ഇതുവരെ കാണാത്ത പൃഥ്വിരാജിനെ കണ്ടു. ബാക്കി എല്ലാവരും ഈ ഒരു ജനറിൽ സൂപ്പറായിട്ട് ചെയ്യുന്നവരാണ്. പൃഥ്വിരാജ് ഈ ഒരു ടൈപ്പ് ചെയ്തപ്പോൾ വെറൈറ്റി ആയിരുന്നു. സൂപ്പർ പടം, ഒരു ഫാമിലിക്ക് ഒന്ന് കാണാൻ പറ്റിയ പടം. നല്ലതായിരുന്നു. തമാശ നിറയെ തമാശയുണ്ട്. എന്താ പറയുക, പിന്നെ കുറേ എന്താ പറയുക, നല്ല സിനിമ തന്നെയാണ്. ഇപ്പോൾ ബേസിലിൻ്റെ കോമഡി, പൃഥ്വിരാജ് ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ കമൻറ്റ് സെക്ഷൻ എടുത്താൽ അറിയാം, ഈ മസിൽ പിടിച്ച് അഭിനയിക്കുക, മറ്റേ പുള്ളിയുടെ കുറേ മാനർസും ഉണ്ട് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി പുള്ളി ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ തന്നെയാണ്. ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. എല്ലാവർക്കും വന്ന് കാണാൻ പറ്റും. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരിക്കുന്നു. വളരെ ചലനാത്മകമാണ്. എപ്പോഴും നല്ല. ആദ്യത്തെ പകുതി വളരെ ഒരു പ്രത്യേക രീതിയിൽ, രണ്ടാമത് തന്നെ നേരെ എൻ്റെ ഇവിടുത്തെ പുതിയ ജനറേഷനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വന്നു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല സിനിമ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല സന്തോഷം തോന്നുന്നൊരു സിനിമയായിരുന്നു. പിന്നെ ഒരാഗ്രഹമുള്ളത് എല്ലാവരോടും പറയാനുള്ള, എല്ലാവരും ഈ സിനിമ കാണണം. വളരെ നല്ല സിനിമയാണ് എൻ്റെ അഭിപ്രായത്തിൽ. എല്ലാവരും കാണണം എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു? സിനിമയായിരുന്നു. നല്ല ചിരിക്കാനുണ്ട്. സൂപ്പർ സിനിമ. കലാകാരന്മാരെ കുറിച്ച് വളരെ നല്ലൊരു സിനിമയാണ്. കോമഡിയൊക്കെ കൊണ്ട് അത്യാവശ്യം ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കലാകാരന്മാരുമായി ബന്ധപ്പെട്ടൊരു സിനിമയാണ്. ഒരു കുഴപ്പമില്ല, ഒരു ഇഷ്ടപ്പെട്ടു. കുടുംബ പ്രേക്ഷകർ കാണാൻ പറ്റിയൊരു പടം. നന്നായിരുന്നു. ഫാമിലിയായിട്ടൊക്കെ കണ്ടിരിക്കാം. നല്ലതാണ്. നല്ല ഹ്യൂമറുണ്ട്. നല്ല ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല സിനിമ. കൊള്ളാം. ഒരു ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഒരു ഫൺ റൈഡ് പടമാണ്. ഇപ്പോൾ കുറച്ച് പഴയകാല കോമഡികളും കാര്യങ്ങളൊക്കെ വീണ്ടും നമുക്ക് കണ്ടതിൻ്റെ ഒരു ഓർമ്മയുണ്ട്. നല്ല രസമുണ്ട് പടം. പൃഥ്വിരാജിൻ്റെ നന്നായിട്ട് എല്ലാവരും ക്യാരക്ടർ എല്ലാവർക്കും നല്ല ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. വിജയനൊക്കെ ഉണ്ടായിരുന്നു. ബേസിൽ പൃഥ്വിരാജ് രണ്ടുപേരും നൈസായിരുന്നു. കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയതാണ്. അത് ഫാമിലി ഓഡിയൻസിന് പക്കാ കാണാൻ പറ്റിയ പടം. കോമഡി പൃഥ്വിരാജ് പണ്ടേ നൈസായിട്ട് ചെയ്യാനായിരുന്നു. അപ്പം ഇത് നൈസായിട്ട് ചെയ്ത് നല്ല രസമായിരുന്നു. കോമഡിയൊക്കെ അവരുടെ ബേസിലെയും പൃഥ്വിരാജിൻ്റെ കോമഡിയൊക്കെ ഭയങ്കരമായിട്ട് വർക്കായി. ബേസിൽ ഓൾറെഡി ഭയങ്കരമായിട്ട് കോമഡി പെർഫോമൻസ് ഒക്കെ നല്ലൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. അപ്പം അതും പിന്നെ പൃഥ്വിരാജിൻ്റെ കോമ്പും കൂടെ ആയപ്പം നൈസായിരുന്നു. നല്ല അപ്പോൾ അവരുടെ എൻ്റെ ഒരു കോമ്പിനേഷൻ സംഭവങ്ങളെല്ലാം ഭയങ്കര വർക്കായി. നല്ല ചിരിക്കാനൊക്കെ ഫസ്റ്റ് ഹാഫ് നൈസായി ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൻ്റെ അത്ര ചിരിക്കായില്ലെങ്കിലും പടം നൈസാണ്. വിഷ്വൽ കോമഡി പടത്തിൻ്റെ കുറേ സംഭവങ്ങളും ഉണ്ട്. അതുമല്ലാതെ നമുക്ക്
നമുക്ക് ലൈക്ക് നൊസ്റ്റാൾജി പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്. അതായത് പഴയ പടങ്ങളുടെ റെഫറൻസ് പോലെ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ലൈക്ക് ഓൾറെഡി കുറേ പടങ്ങൾ നല്ല ഹിറ്റായി നടന്നുകൊണ്ട് അതിൻ്റെ കൂടെ ഇത് നല്ല പോലെ പിടിക്കും. കാരണം ഫാമിലി ഓഡിയൻസിൻ്റെ നല്ല രീതിക്ക് ഏറ്റെടുക്കും. അത് നൈസായിരിക്കും. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കോമഡി വർക്കൗട്ടായി. മാത്രമല്ല പൃഥ്വിരാജിൻ്റെയും ബേസിലിൻ്റെയൊക്കെ കോമ്പോ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ തന്നെയാണ് എല്ലാവരും ഈ കോമഡിയൊക്കെ വർക്കൗട്ടായിട്ടുണ്ട് ആവശ്യത്തിന്. ഫസ്റ്റ് ഹാഫാണ് നല്ല കോമഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കൊള്ളാം, ആവശ്യത്തിന് നല്ല കോമഡി.